Welcome back. Now we shall discuss S chart along with X bar chart. S chart, standard deviation chart along with X bar chart. നമ്മൾ നേരത്തെ കണ്ടു ഈ പ്രോസസ് മീൻ മ്യൂ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ പ്രോസസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ എക്സ് ബാർ ചാർട്ടും അതുപോലെ ആർ ചാർട്ടുമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം ആർ എന്ന് പറയുന്നത് റേഞ്ചാണ്. അതിനേക്കാൾ പവർഫുള്ളായിട്ടുള്ള ഒരു വേരിയേഷൻ മെഷറാണല്ലോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലേ ഉപയോഗിക്കേണ്ടത് എന്നുള്ള ന്യായമായൊരു ചോദ്യം വരും. തീർച്ചയായിട്ടും അത് ന്യായമാണ്. പക്ഷേ ഇൻഡസ്ട്രിയിൽ വളരെ കാലമായിട്ട് ഉപയോഗിച്ച് വരുന്നത് റേഞ്ച് ചാർട്ട് ആയതുകൊണ്ടാണ് നമ്മൾ റേഞ്ച് ചാർട്ടിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. മുമ്പൊക്കെ ഇത് കമ്പ്യൂട്ട് ചെയ്യാൻ എളുപ്പമായതുകൊണ്ടായിരുന്നു റേഞ്ച് ചാർട്ട് ഉപയോഗിക്കുന്നത്. കാരണം റേഞ്ച് എന്ന് പറയുന്നത് എന്താണ്, മാക്സിമം മൈനസ് മിനിമം, വളരെ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. പക്ഷേ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ അത്ര എളുപ്പമല്ല. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട ഫോർമുല ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. എസ് സ്ക്വയർ ഈക്വൽ ടു സിഗ്മ I equal to 1 to n into xi minus x bar the whole square divided by n minus 1. ഓക്കെ, ഈ ഫോർമുലയിൽ ചെറിയൊരു പെശകിട്ട് സമ്മേഷൻ i equal to 1 to n minus 1 അല്ല, i equal to 1 to n ആണ്. അത് നിങ്ങൾ കറക്റ്റ് ചെയ്യണം. അതായത് സം ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് ദി ഡീവിയേഷൻ ഓഫ് സാമ്പിൾ വാല്യൂസ് ഫ്രം ദി സാമ്പിൾ മീൻ ഡിവൈഡഡ് ബൈ n minus 1. അതാണ് ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഫോർമുല. അപ്പോൾ ഈ ഫോർമുലയേക്കാൾ വളരെ എളുപ്പമുള്ള ഫോർമുലയാണിത് റേഞ്ച് എന്ന് പറയുന്നത്. കാരണം റേഞ്ച് ഐഡൻറ്റിഫൈ ചെയ്യാൻ മാക്സിമം വാല്യൂവും മിനിമം വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടാൽ മതി. അതുകൊണ്ടാണ് മുൻകാലങ്ങളിലൊക്കെ ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ചാർട്ടിനേക്കാൾ ആർ ചാർട്ട് പ്രിഫർ ചെയ്യാനുള്ള കാരണം. പക്ഷേ ഇപ്പോൾ സോഫ്റ്റ്വെയർ ബേസ്ഡാണ് കമ്പ്യൂട്ടേഷനൊക്കെ, അതുകൊണ്ട് ഈ കമ്പ്യൂട്ടേഷൻ ഡിഫിക്കൽട്ടി ഒരു പ്രശ്നമൊന്നുമല്ല. പക്ഷേ ഇൻഡസ്ട്രിയിൽ വളരെ കാലമായിട്ട് ആളുകൾ പ്രാക്ടീസ് ചെയ്യുന്നത് ആർ ചാർട്ടാണ്, എസ് ചാർട്ടല്ല. എങ്കിലും ഈ എസ് ചാർട്ട് നമുക്ക് ഉപയോഗിക്കാം. ഈ എസ് ചാർട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് പല അഡ്വാൻറ്റേജസ് ഉണ്ട്. ഒന്ന്, ഈ സാമ്പിൾ സൈസ് വലുതാകുമ്പോൾ ഫോർ എക്സാമ്പിൾ n ഈസ് ഈക്വൽ ടു 10 or 11 or 12 or more, ഓക്കെ, ഈ കേസിൽ നമുക്ക് ഈ സാമ്പിൾ വി ക്യാൻ യൂസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. Okay, the range method for estimating S loses statistical efficiency. അപ്പോൾ അതുകൊണ്ട് ഈ സാമ്പിൾ സൈസ്, നേരത്തെ ഞാൻ പറഞ്ഞു എക്സ് ബാർ ചാർട്ടിലൊക്കെ നമ്മൾ സാമ്പിൾ സൈസ് 2, 3, 4, 5 ഉപയോഗിച്ചത്. പക്ഷേ സാമ്പിൾ സൈസ് വലുതാകുമ്പോൾ നമുക്ക് റേഞ്ചിന് പകരം, അതായത് എക്സ് ബാർ ചാർട്ടിൻ്റെ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ എസ്റ്റിമേറ്റ് വേണമല്ലോ. അത് എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റേഞ്ചാണ് ഉപയോഗിച്ചത്. അതിന് പകരം നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉപയോഗിക്കും. 10, 15, 10-ൽ കൂടുതലൊക്കെ ആകുമ്പോൾ അങ്ങനെ ഒരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂളൊന്നുമില്ല. എന്നാൽ പോലും മോഡറേറ്റർലി ലാർജ് സാമ്പിൾസിൽ നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് സിഗ്മയെ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് എക്സ് ബാർ ചാർട്ടിന് വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ പ്രിഫർ ചെയ്യുന്നതിന് മറ്റൊരു കാരണമുണ്ട്. ഈ സാമ്പിൾ സൈസ് മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, വേരിയബിൾ ആണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സാമ്പിൾ 3 എണ്ണമുള്ള സാമ്പിൾ, ഒരു സാമ്പിൾ 5 എണ്ണമുള്ള സാമ്പിൾ, ഒരു സാമ്പിൾ 10 എണ്ണമുള്ള സാമ്പിൾ, അങ്ങനെ സാമ്പിളിൻ്റെ സൈസ് നേരത്തെ എക്സ് ബാർ ചാർട്ടൊക്കെ കൺസ്ട്രക്ട് ചെയ്തപ്പോൾ നമ്മൾ സാമ്പിൾ സൈസ് സ്മോൾ ആൻഡ് കോൺസ്റ്റൻ്റ് ആയിട്ടാണ് എടുത്തത്. സ്മോൾ ആൻഡ് വേരി ചെയ്യുമ്പോൾ നമ്മൾ എസ് ചാർട്ടാണ് പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, ഈ 2 കാരണങ്ങൾ, ഒന്ന് സാമ്പിൾ സൈസ് വലുതാകുമ്പോൾ, മറ്റൊന്ന് സാമ്പിൾ സൈസ് വേരിയബിൾ ആകുമ്പോൾ. ഓക്കെ, ഇനി എങ്ങനെയാണ് നമുക്ക് ഈ എക്സ് ബാർ ചാർട്ടും എസ് ചാർട്ടും സ്റ്റാറ്റിസ്റ്റിക്കലി കൺസ്ട്രക്ട് ചെയ്യുന്നത്, അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ ബേസിസ് എന്താണ്, അതെങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുന്നു എന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. ഇവിടെ നമുക്ക് ഈ സിഗ്മ സ്ക്വയർ അൺനോൺ ആണെന്ന് വിചാരിക്കാം. ഈ സിഗ്മ സ്ക്വയർ ഈസ് ദ അൺനോൺ വേരിയൻസ് ഓഫ് ദി പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ദെൻ an unbiased estimator of sigma square, by theory we know that an unbiased estimator of sigma square is a square. ഓക്കെ, അത് തിയററ്റിക്കലായിട്ടുള്ള റിസൾട്ടാണ് സിഗ്മ സ്ക്വയറിൻ്റെ. അത് ശ്രദ്ധിക്കണം, സിഗ്മയുടേതല്ല, സിഗ്മ സ്ക്വയറിൻ്റെ അൺബയസ്ഡ് എസ്റ്റിമേറ്ററാണ് എസ് സ്ക്വയർ. ഓക്കെ, ഈ എസ് സ്ക്വയറിൽ കമ്പ്യൂട്ടേഷനിൽ ഫോർമുല തെറ്റിയിട്ടുണ്ട്. i equal to 1 to n ആണേ. ഓക്കെ, എന്നാൽ സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എസ് എന്ന് പറയുന്നത് എന്തിൻ്റെ അൺബയസ്ഡ് എസ്റ്റിമേറ്റർ അല്ല, സിഗ്മയുടെ അൺബയസ്ഡ് എസ്റ്റിമേറ്റർ അല്ല. നമുക്ക്
വെൽ നോൺ ആയിട്ടുള്ളൊരു പ്രിൻസിപ്പിളാണ്. എസ് സ്ക്വയർ ഈസ് അൺബയസ്ഡ് ഫോർ സിഗ്മ സ്ക്വയർ, ബട്ട് എസ് ഈസ് ബയാസ്ഡ് ഫോർ സിഗ്മ. ഓക്കെ. If the underlying distribution is normal, then S actually estimate a constant times sigma, not sigma but a constant times sigma. ഓക്കെ, ആ കോൺസ്റ്റൻറ്റിനെ C4 എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ആ കോൺസ്റ്റൻറ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് നമ്മളിപ്പോൾ തിയറിയിൽ പോകുന്നില്ല. നമുക്കറിയാം എക്സ്പെക്റ്റേഷൻ ഓഫ് എസ് എന്ന് പറയുന്നത് സം കോൺസ്റ്റൻറ്റ് ഇൻ ടു സിഗ്മയാണ് നമുക്കറിയാം. ആ കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ് ദി സാമ്പിൾ സൈസ്, ആൻഡ് യു സപ്പോസ് ഇറ്റ് ഈസ് equal to C4 into sigma, where C4 is a constant that depends on the sample size n. Further, the standard deviation of S is sigma into root of 1 minus C4 the whole square. അതും ഈ സാമ്പിളിംഗ് തിയറിയിലുള്ള ഒരു റിസൾട്ടാണ്. ആ റിസൾട്ട് പ്രകാരം ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എസ് എന്ന് പറയുന്നത് സിഗ്മ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് C4 സ്ക്വയർ ആണ്. അതായത് എക്സ്പെക്റ്റേഷൻ ഓഫ് എസ് ഈസ് ഈക്വൽ ടു, ദാറ്റ് ഈസ് മ്യൂ എസ്, അതാണ് എൻ്റെ നൊട്ടേഷൻ. എക്സ്പെക്റ്റേഷൻ ഓഫ് എസിൻ്റെ നൊട്ടേഷൻ മ്യൂ എസ് ദാറ്റ് ഈസ് ഈക്വൽ ടു C4 ഇൻറ്റു സിഗ്മ. അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്റ്റാൻഡേർഡ് എറർ സിഗ്മ എസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് C4. ഓക്കെ. This information can be used to establish the control charts on S as follows. എങ്ങനെ നമുക്കറിയാം, നമ്മൾ തിയറി പ്രകാരം LCL എന്ന് പറയുന്നത് മ്യൂ എസ് മൈനസ് 3 ഇൻറ്റു സിഗ്മ എസ് ആണ്. എസ് സ്റ്റാറ്റിസ്റ്റിക് ആകുമ്പോൾ ഏത് സ്റ്റാറ്റിസ്റ്റിക്കാണോ ഉപയോഗിക്കുന്നത് ആ സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ മ്യൂവും ആ സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് മൈനസ് ചെയ്യുക പ്ലസ് ചെയ്യുക. ഇതാണല്ലോ ഏതൊരു കൺട്രോൾ ചാർട്ടിൻ്റെയും, ഷുവാർട്സ് കൺട്രോൾ ചാർട്ടിൻ്റെ LCL, UCL, അതുപോലെ സെൻട്രൽ ലൈൻ എന്ന് പറയുന്നത് ഇതാണ്. നേരത്തെ T വെച്ചിട്ടായിരുന്നു ഞാൻ ജനറൽ മോഡൽ പറഞ്ഞത്, അത് എസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ആ ജനറൽ മോഡലിൽ. ഓക്കെ. അപ്പോൾ എന്താണ് മ്യൂ എസ് എന്ന് പറയുന്നത് C4 ഇൻറ്റു സിഗ്മയാണ്. സിഗ്മ എസ് എന്ന് പറയുന്നത് സിഗ്മ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് C4 സ്ക്വയർ ആണ്. സോ ദ LCL, സെൻട്രൽ ലൈൻ ആൻഡ് UCL ആർ റെസ്പെക്റ്റീവ്ലി given by this formula. ഓക്കെ. ഇനി നമുക്കതിൽ നിന്ന് നമുക്ക് കോമൺ ഫാക്ടറായിട്ട് സിഗ്മയെ പുറത്തെടുക്കാം. നേരത്തെ ഒക്കെ നമ്മൾ ചെയ്തതുപോലെ LCL ഈക്വൽ ടു B4 ഇൻറ്റു സിഗ്മ, സെൻട്രൽ ലൈൻ ഈസ് ഈക്വൽ ടു C4 ഇൻറ്റു സിഗ്മ, UCL ഈസ് ഈക്വൽ ടു B6 ഇൻറ്റു സിഗ്മ. ഓക്കെ. വേർ B5, C4 and B6 all are functions of n, so that you can read all the values of these constants B5, C4, B6 etc. from the Montgomery's table for various values of a small n. ഇതാണ് നമ്മൾ ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് ഗിവൺ ആണെങ്കിൽ, അതായത് സിഗ്മയുടെ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ. ഓക്കെ. ഇനി സിഗ്മയുടെ വാല്യൂ നമുക്ക് അറിയില്ല എന്ന് വിചാരിക്കുക. അതായത് സപ്പോസ് നോ സ്റ്റാൻഡേർഡ് ഈസ് ഗിവൺ. സിഗ്മയുടെ വാല്യൂ അറിയാമെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഈ സെൻട്രൽ ലൈനൊക്കെ കമ്പ്യൂട്ട് ചെയ്യാം, UCL, LCL ഒക്കെ കമ്പ്യൂട്ട് ചെയ്യാം. പക്ഷേ സിഗ്മയുടെ വാല്യൂ അറിഞ്ഞിട്ടില്ലെങ്കിൽ അതിനെ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യണം. അത് എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, എല്ലാ സാമ്പിളിൻ്റെയും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എടുത്ത് അതിൻ്റെ ആവറേജ്, ഓക്കെ, അതിൻ്റെ ആവറേജ് എസ് ബാർ, ഈ എസ് ബാർ ഉപയോഗിച്ചിട്ട് നമ്മൾ എസ് ബാർ ബൈ C4, നേരത്തെ നമുക്കറിയാം C4 എന്തായിരുന്നു, C4 എന്ന് പറയുന്നത് എന്താ, C4 നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. C4 മ്യൂ എസ് ഈക്വൽ ടു C4 ഇൻറ്റു സിഗ്മയാണല്ലോ. ഓക്കെ. അപ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ മ്യൂ എസ് ഈക്വൽ ടു C4 ഇൻറ്റു സിഗ്മ ഉപയോഗിച്ച് നമുക്ക് സിഗ്മയെ എസ്റ്റിമേറ്റ് ചെയ്യാം. എങ്ങനെ സിഗ്മ എസ്റ്റിമേറ്റ് ചെയ്യാം? സിഗ്മയുടെ അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ആയിരിക്കും എസ് ബാർ ബൈ C4. കാര്യം അതെന്താ കാര്യം നോക്കൂ, എക്സ്പെക്റ്റേഷൻ ഓഫ് എസ് ബാർ ബൈ C4 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു C4 ഇൻറ്റു സിഗ്മ ബൈ C4. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ, റൈറ്റ്? സോ സിഗ്മയുടെ ഒരു അൺബയസ്ഡ് എസ്റ്റിമേറ്ററാണ് എസ് ബാർ ബൈ C4. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരത്തെ LCL ഇവിടെ
കൊടുത്തിരിക്കുന്ന ഈ LCL ഈ എക്സ്പ്രഷനിൽ നമ്മൾ സിഗ്മയെ അതിൻ്റെ എസ്റ്റിമേറ്ററായ S⁻/C4 കൊണ്ടും അതുകൊണ്ട് റീപ്ലേസ് ചെയ്യാം. അങ്ങനെ റീപ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ എക്സ്പ്രഷനാണ് S⁻- ഇത് C4 × S⁻/C4 ആണ്. അപ്പോൾ C4 ക്യാൻസൽ ചെയ്ത് പോകും. S⁻- 3 × സിഗ്മയുടെ S⁻/C4 √1 - C4 സ്ക്വയർ. അതുപോലെ തന്നെ UCLഉം LCLഉം ഒക്കെ നമുക്ക് ഇതിൽ നിന്ന് കണ്ടെത്താം. ഈ ഫോർമുലയിൽ നമുക്ക് വീണ്ടും പഴയതുപോലെ തന്നെ ഈ B4 എന്ന് പറയുന്ന 2 കോൺസ്റ്റൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ യു ക്യാൻ ഈസിലി സീ ദാറ്റ് ദീസ് തിങ്സ് ആർ LCL = B3 × S4, central line is equal to S⁻, and UCL is equal to B4 × S4. B4 × S⁻. Okay. Then you can see in this case സിഗ്മയെ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് S⁻/C4 ആണല്ലോ ഉപയോഗിക്കുന്നത്. നേരത്തെ സിഗ്മയെ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ R⁻ ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ചതുപോലെ ഇവിടെ സിഗ്മയെ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ S⁻ ഒരു ഫംഗ്ഷൻ ആണല്ലോ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതേ എസ്റ്റിമേറ്റ് ഉപയോഗിച്ച് നമുക്ക് X⁻ ചാർട്ടിൻ്റെ കൺട്രോൾ ചാർട്ടും ഉണ്ടാക്കാം. കാര്യം എപ്പോഴും നമ്മൾ ഒരു വേരിയബിലിറ്റി ഈ X⁻ ചാർട്ടും R ചാർട്ടും അല്ലെങ്കിൽ X⁻ ചാർട്ടും S ചാർട്ടും ഒരു കപ്പിൾ ഓഫ് ചാർട്ട്സ് ആയിട്ടാണ് ഓരോ ക്യാരക്ടറിസ്റ്റിക്സിനും ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ X⁻ ആൻഡ് R ചാർട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നേരത്തെ ഉപയോഗിച്ച X⁻ ചാർട്ടിൻ്റെ കൺട്രോൾ ലിമിറ്റ്സ് അല്ല നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത്. ഇവിടെ ഉപയോഗിക്കേണ്ടത് ഈ സിഗ്മയെ എങ്ങനെയാണോ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത്, അതായത് സിഗ്മയെ S⁻/C4 കൊണ്ടാണല്ലോ ഇവിടെ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത്, അതേ എസ്റ്റിമേറ്റർ ഉപയോഗിച്ച് വേണം LCLഉം UCLഉം കണ്ടെത്താൻ. സോ ഇൻ ദാറ്റ് കേസ് LCL is equal to X⁻. Okay, X⁻ is as usual minus 3 × sigma divided by √n ആണ്. ഓക്കെ, ആ സിഗ്മ എന്ന് പറയുന്നത് S⁻/C4 ആണ് × √n. സോ ഇതാണ് നമുക്ക് പുതിയ സെറ്റ് ഓഫ് കൺട്രോൾ ലിമിറ്റ്സ് ഫോർ X⁻ ചാർട്ട് വെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മെത്തേഡ് ഈസ് അപ്ലൈഡ്. നേരത്തെ റേഞ്ച് മെത്തേഡായിരുന്നു അപ്ലൈ ചെയ്തത് മുമ്പ്, പക്ഷേ ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഈ LCLഉം UCLഉം സെൻട്രൽ ലൈനും മാറ്റമല്ല, LCL and UCL are changed. And you can use new constants A3, where A3 is equal to 3/C4 × √n. And the control limits are finally LCL equal to X⁻ minus A3 × S⁻, central line is equal to X⁻, and UCL is equal to X⁻ plus A3 × S⁻. ഓക്കെ, ഇനി ഇത് ഉപയോഗിച്ചിട്ട് ആണ് നമ്മൾ പിന്നെ എന്ത് ചെയ്യുന്നത്, പുതിയ കൺട്രോൾ ചാർട്ട്സ് വരയ്ക്കുന്നത്, X⁻ ചാർട്ടും S ചാർട്ടും ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഇത് അവസാനിപ്പിക്കാം. നമുക്ക് ഈ X⁻ ചാർട്ടും S ചാർട്ടും മറ്റൊരു സിറ്റുവേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് സാമ്പിൾ സൈസ് വലുതാകുമ്പോഴാണ്. ഇനി സാമ്പിൾ സൈസ് അല്ല, ചെറുത് തന്നെയാണ്, പക്ഷേ വേരി ചെയ്യുന്നു വിചാരിക്കുക. ചില സാമ്പിളിൻ്റെ സൈസ് 3, ചില സാമ്പിളിൻ്റെ സൈസ് 4, ചില സാമ്പിളിൻ്റെ സൈസ് 5. അപ്പോഴൊക്കെ ഈ കൺട്രോൾ ലിമിറ്റ്സ് മാറിക്കൊണ്ടിരിക്കും. കൺട്രോൾ ലിമിറ്റ്സ് മാറിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്കറിയാം, ഇവിടെ ഈ S⁻, S⁻ ഒക്കെ ഇങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുക. X⁻ഉം S⁻ഉം ഇങ്ങനെ കമ്പ്യൂട്ട് ചെയ്യും. ഇങ്ങനെ കമ്പ്യൂട്ട് ചെയ്തിട്ട് ഈ വാല്യൂസാണ് നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ A3 അതുപോലെ B3, B4 ഇതൊക്കെ സാമ്പിൾ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഓരോ സാമ്പിളിനും അതിൻ്റെ സൈസാണ് Nൻ്റെ സ്ഥാനത്ത് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ അപ്പർ കൺട്രോൾ ലിമിറ്റും ലോവർ കൺട്രോൾ ലിമിറ്റും ഒക്കെ ഓരോ പോയിൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായിരിക്കും. അപ്പോൾ നമുക്കൊരു ഹൊറിസോണ്ടൽ ലൈനല്ല കിട്ടുക, ഒരു ബ്രോക്കൺ ലൈനാണ് കിട്ടുക. അപ്പർ കൺട്രോൾ ലിമിറ്റും അതെ, ലോവർ കൺട്രോൾ ലിമിറ്റും അതെ. അത് സാമ്പിൾ സൈസ് മാറുന്നത് കൊണ്ടാണ്. അപ്പോൾ കൺട്രോൾ ലിമിറ്റ്സ് തന്നെ വേരി ചെയ്തുകൊണ്ടിരിക്കും. വേരിയബിൾ കൺട്രോൾ ലിമിറ്റ്സ് എന്നാണ് അതിന് പറയുക. അപ്പോൾ അവിടെ കൺട്രോൾ ചാർട്ടിൻ്റെ ഒരു ഷേപ്പ് ഏറെക്കുറെ ഇങ്ങനെയായിരിക്കും. നോക്കുക, ആദ്യത്തെ ഗ്രാഫ് നോക്കുക. അതിൽ സാമ്പിൾ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്, X⁻ വാല്യൂ വെർട്ടിക്കൽ ആക്സിസിൽ കൊടുത്തിട്ടുണ്ട്, എല്ലാ പോയിൻറ്റ്സും മാർക്ക് ചെയ്ത് പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്പർ കൺട്രോൾ ലിമിറ്റ് ബ്രോക്കണാണ്.
അതുപോലെ ലോവർ കൺട്രോൾ ലിമിറ്റും ബ്രോക്കൺ ആണ്. ഓക്കെ, എന്തുകൊണ്ടാണ് ഇത് ബ്രോക്കൺ ആവുന്നത്? സാമ്പിൾ സൈസ് മാറുന്നുണ്ട്. സാമ്പിൾ സൈസ് മാറുമ്പോൾ ഈ കോൺസ്റ്റൻസ് A1 B1 A കോൺസ്റ്റൻസ് B കോൺസ്റ്റൻസ് C കോൺസ്റ്റൻസും ഒക്കെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, അത് ചേഞ്ച് ആകുന്നത് കൊണ്ട് നമുക്ക് ഇതിൻ്റെ കൺട്രോൾ ലിമിറ്റ്സ് വേരി ചെയ്തുകൊണ്ടിരിക്കും. സോ വി വിൽ ഗെറ്റ് വേരിയബിൾ കൺട്രോൾ ലിമിറ്റ്സ്. അതുപോലെ തന്നെയാണ് അത് ഈ എസ് ബാർ ചാർട്ടിൻ്റെ കാര്യത്തിലും. എസ് ബാർ ചാർട്ടിൻ്റെ കാര്യത്തിൽ രണ്ടാമത് കൊടുത്തിരിക്കുന്നത് എസ് ചാർട്ടാണ്, എസ് കൺട്രോൾ ചാർട്ടാണ്. അതിനെ എസ് കൺട്രോൾ ചാർട്ട് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ചാർട്ട് അല്ലെങ്കിൽ സിഗ്മ ചാർട്ട് എന്നൊക്കെ പറയും. ഈ ചാർട്ടിലും നിങ്ങൾക്കറിയാം അപ്പർ കൺട്രോൾ ലിമിറ്റ് വേരി ചെയ്തുകൊണ്ടിരിക്കുന്നു. വേരിയബിൾ ലോവർ കൺട്രോൾ ലിമിറ്റ് 0 ആയതുകൊണ്ടാണ് പിന്നെ ആ ഗ്രാഫിൽ പിന്നെ ലോവർ കൺട്രോൾ ലിമിറ്റ്സ് ബ്രോക്കൺ ആയിട്ട് കാണാത്തത്. ഓക്കെ, these are the case, and you note how these computations are done. X bar എന്ന് പറയുന്നത് ni xi bar summation divided by sigma ni. അതായത് നമ്മൾ സാധാരണ ഈ ആവറേജ് ഓഫ് ആവറേജസ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ വ്യത്യസ്ത സാമ്പിൾ സൈസുള്ള ആവറേജ് ഓഫ് ആവറേജസ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ എക്സ് ഡബിൾ ബാർ, അതുപോലെ തന്നെ എസ് ബാർ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ n-1 × SI² സം ചെയ്യുക ഡിവൈഡഡ് ബൈ സിഗ്മ i = 1 to ni -1 ആണ് വരിക. -1 എത്ര തവണ റിപ്പീറ്റ് ചെയ്യും? m ടൈംസ് റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് സിഗ്മ i = 1 to m ni മൈനസ് സംഗതി ഇതാണ് n1 - 1 പ്ലസ് n2 - 1 പ്ലസ് n3 - 1 പ്ലസ് എക്സെട്ര nm - 1. സോ ദ ഡിനോമിനേറ്റർ വിൽ ഹാവ് സിഗ്മ i = 1 to m ni - m. അങ്ങനെയാണ് എസ് ബാർ കമ്പ്യൂട്ട് ചെയ്യുക. ഈ എക്സ് ഡബിൾ ബാറും ഈ എസ് ബാറും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ കൺട്രോൾ ചാർട്ട്സിൻ്റെ ലിമിറ്റ്സ് വരയ്ക്കുന്നത്. പക്ഷേ ലിമിറ്റ്സ് വരയ്ക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ഓരോന്നിലും A3 B3 B4 എന്ന് പറയുന്ന കോൺസ്റ്റൻസ് ഒക്കെ വരുന്നുണ്ട്. ആ കോൺസ്റ്റൻസ് വരയ്ക്കുമ്പോൾ വ്യത്യസ്തമായ വാല്യൂസ് ആയിരിക്കും ഈ UCL നും LCL നും വരിക. ഓക്കെ, ഇവിടെ നോക്കുക. പക്ഷേ സെൻട്രൽ ലൈന് മാറ്റമില്ല. സെൻട്രൽ ലൈന് കോൺസ്റ്റൻറ്റുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇവിടെ സെൻട്രൽ ലൈൻ എന്താണ്? എക്സ് ഡബിൾ ബാർ ആണ്. അതുപോലെ ഇവിടെ സെൻട്രൽ ലൈൻ എന്താണ്? എസ് ബാർ ആണ്. ഓക്കെ, അപ്പോൾ അവിടെ കോൺസ്റ്റൻ്റ് ഇല്ല. അതുകൊണ്ട് സെൻട്രൽ ലൈന് ബ്രോക്കൺ ആയിരിക്കില്ല. പക്ഷേ അപ്പർ കൺട്രോൾ ലിമിറ്റും ലോവർ കൺട്രോൾ ലിമിറ്റും ബ്രോക്കൺ ആയിരിക്കും. അതുകൊണ്ടാണ് ഈ പിക്ചർ ശ്രദ്ധിക്കുക. ഈ പിക്ചറിൽ അപ്പർ കൺട്രോൾ ലിമിറ്റും ലോവർ കൺട്രോൾ ലിമിറ്റും ഒക്കെ ബ്രോക്കൺ ആണ്. ഈ സാമ്പിൾ രണ്ടാമത്തെ ഗ്രാഫിൽ ബ്രോക്കൺ ലൈൻ കാണില്ല. കാരണം എന്താ വെച്ചാൽ അതൊക്കെ നെഗറ്റീവ് ആയി പോകും. നെഗറ്റീവ് ഒരിക്കലും വരില്ല. അത് 0യിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് 0 എന്ന് പറയുന്ന ആ ലൈന് തന്നെയാണ് നമ്മുടെ ലോവർ കൺട്രോൾ ലിമിറ്റായിട്ട് വരുന്നത്. ഓക്കെ, നൗ ദീസ് ആർ ദ തിങ്സ് റിഗാർഡിംഗ് എസ് ചാർട്ട് ഓർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ചാർട്ട് ആൻഡ് എക്സ് ബാർ ചാർട്ട്. ഓക്കെ.